തീർത്ഥാടക പ്രവാഹം. സമവായത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം. പരസ്യമായി ഖേദം പ്രകടിപ്പിക്കേണ്ടെന്ന നിലപാട് തിരുത്തി. സാദിഖ് അലി തങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഖേദമറിയിച്ച് വാർത്താക്കുറിപ്പ്. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകിയതിന് ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടിയിൽ ഹൈക്കോടതിയുടെ തീരുമാനം 1:45-നുണ്ടാകും. ബോബിക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. ഇന്നലെ കോടതി ജാമ്യം നൽകിയിട്ടും രേഖകൾ നൽകി ജാമ്യം നേടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായും ഉന്നയിച്ചത്. ജാമ്യത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ബോബി പ്രതികരിച്ചത് എന്തിന് എന്നുള്ള ചോദ്യവുമുണ്ട്. ബോബിയുടെ മറുപടിക്കൊപ്പം ഈ രണ്ട് വിഷയങ്ങളാവും കോടതി പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ജാമ്യം റദ്ദാക്കില്ല എന്ന് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റുമോ? കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? റദ്ദാക്കില്ല എന്നൊരു രീതിയിലേക്ക് ഒരു ഉറപ്പ് പ്രധാനമായും പരാമർശങ്ങളിലൂടെ കോടതി നൽകിയിട്ടില്ല. റദ്ദാക്കാനും മടിക്കില്ല എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കേസ് വളരെ അതീവ ഗൗരവതരമായിട്ടാണ് കോടതി പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ജാമ്യം നൽകിയ ഒരു പ്രതി, ആ പ്രതിക്ക് ഇന്നലെ ഏർപ്പെടുത്താത്ത ഉപാധികൾ അത് ഇന്ന് കോടതി സ്വമേധയാ ഏർപ്പെടുത്തുന്നു എന്നത് തന്നെ, അതിൽ നിന്ന് തന്നെ കോടതി ഇത് അതീവ ഗൗരവതരമായി ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങളെ കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നലെ ഇന്ന് വിപരീതമായിട്ട് വരുമ്പോഴേക്കും പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക എന്നതടക്കം കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ അത് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇന്ന് പ്രധാനമായും കോടതി ഇതിൽ നിന്ന് ആരായുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് വന്നില്ല എന്നത് കോടതി ചോദിക്കുന്നു. അതിന്റെ കൃത്യമായ വിശദീകരണം കോടതിക്ക് അറിയേണ്ടതുണ്ട് എന്ന് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനും എന്താണ് ഇന്നലെ ഇയാൾ പുറത്തിറങ്ങാൻ വൈകിയത്, ഇന്നലെ പുറത്തിറങ്ങുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രചരിച്ചു. ഇതിന്റെ വാസ്തവം എന്താണ്, എന്തെല്ലാമാണ് ഇന്നലെ ജയിലിൽ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഔദ്യോഗികമായ ആ വിശദീകരണം കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. 2 മണിയോടുകൂടി കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. നിലവിൽ കേസ് പരിഗണിച്ചപ്പോൾ ഏതാണ്ട് ചോദിച്ചു വാങ്ങിയതുപോലെ തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങൾ. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനങ്ങൾ വന്നത്. കാരണം ഇതിൽ ഹൈക്കോടതിയാണ് ഇത് ഓർക്കണം, കളിക്കരുത് എന്ന രീതിയിൽ അടക്കമുള്ള രീതിയിലേക്കാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വന്നത്. ഇത് പണത്തിൻ്റെ ഒരു ആധിപത്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ സൂചനകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കോടതിയാണെന്ന് പലതവണ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെ കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കോടതിയുടെ പരാമർശങ്ങൾ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി എന്തു പറഞ്ഞു എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതായത് കേസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ, അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണോ അത്? പ്രസ് മീറ്റ് വെക്കാൻ തീരുമാനിച്ചിരുന്നുവല്ലോ ബോബി ചെമ്മണ്ണൂർ, പക്ഷേ ഹൈക്കോടതിയുടെ ചോദ്യം ഉണ്ടായതുകൊണ്ടാണോ മാറ്റിവെച്ചത്? ഏതാണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി ഓരോ ഘട്ടത്തിൽ 2 ഘട്ടമായിട്ടാണ് കേസ് പരിഗണിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്ക് സ്വമേധയാ കേസെടുക്കുമ്പോൾ തുടങ്ങിയ പരാമർശം പിന്നീട് കേസെടുക്കുമ്പോഴും അതേ നില തന്നെ കോടതി തുടർന്നു. ഇതിനിടയിലാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുന്നു തൃശ്ശൂരിൽ എന്നൊരു വാർത്തയിലേക്ക് തന്നെ വരുന്നത്. കോടതിയുടെ നിലപാട് ഇത്ര കണ്ട് രൂക്ഷമായിരിക്കെ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുന്നത്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അത് വിപരീത ഫലം ചെയ്യും എന്ന അഭിഭാഷകർ തന്നെ അറിയിച്ചതിന്റെ സാഹചര്യത്തിലാണ് ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനം മാറ്റിയിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. അത് 4 മണിയിലേക്ക് മാറ്റിയതായി ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ കോടതി എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, 2 മണിക്ക് കോടതി എന്ത് പറയുന്നു എന്നത് തന്നെയായിരിക്കും ആ വാർത്താ സമ്മേളനത്തിന്റെ ആധാരം. കാരണം അതിനനുസരിച്ച് ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിന്റെ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അപ്പോൾ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കോടതി ഇക്കാര്യങ്ങൾ നിലപാട് കർശനമാക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വിഷയമാകും. ഒപ്പം തന്നെ എന്തായാലും ഈ ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകി എന്നുള്ള കാര്യമായിരിക്കുമല്ലോ ബോബിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കാൻ പോകുന്നത്. പക്ഷേ സർക്കാർ ഇതിനകം തന്നെ, പ്രോസിക്യൂഷൻ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞുവല്ലോ. ഇന്ന് രാവിലെയാണ് ജാമ്യ ഉത്തരവുമായി ജയിലിൽ വന്നത് എന്ന്, അല്ലേ? അങ്ങനെയാണ്. കാരണം ഇന്ന് സർക്കാർ അഭിഭാഷകൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ മാത്രമാണ്
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവുമായി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുമായിട്ട് അഭിഭാഷകൻ വന്നത് എന്ന് സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്നലെ ഉത്തരവിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടാൻ വൈകി. അതുകൊണ്ട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ആ സമയത്ത് വരാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു, സമയം അതിക്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് എത്താൻ കഴിയാതെ പോയതെന്നാണ് ഇവരുടെ ഭാഗത്തു നിന്ന് സാങ്കേതികമായി നൽകുന്ന മറുപടി. പക്ഷേ ആ മറുപടിയെ തന്നെ നിരാകരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞ ആദ്യ വാചകം തന്നെ അതാണ്. ജയിലിനകത്ത് റിമാൻഡിലായ ചില തടവുകാരുണ്ട്, അവർ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, അവർക്ക് ജാമ്യത്തുക കെട്ടിവെക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയാണ് താൻ ഒരു ദിവസം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നതെന്നാണ് ബോബി ചെമ്മണ്ണൂർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളടക്കം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. ഇന്നലെ തന്നെയും ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചിരുന്നതും ഈ ഒരു കാര്യം തന്നെയായിരുന്നു. അവിടെ മറ്റു പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ദിവസം കൂടി അദ്ദേഹം അവിടെ തുടരുന്നു എന്ന രീതിയിലായിരുന്നു അവരുടെ പരാമർശങ്ങൾ. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ രാവിലെ തന്നെ അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്തത്. എന്തായാലും ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ തീർച്ചയായും 1:45 ശേഷം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, തുടരുക. ഇന്ന് എന്തായാലും നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത് എന്ന് കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യവും കോടതി അഭിഭാഷകനോട് ചോദിക്കുകയുണ്ടായി. കൃത്യമായ വിശദീകരണം വേണം, എന്തുകൊണ്ട് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, ഇത്രയും വൈകിയത് എന്ത് എന്നതിന് കൃത്യമായ വിശദീകരണം വേണമെന്നാണ് ബോബിയുടെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1:45 ഹൈക്കോടതി വീണ്ടും ഇത് പരിഗണിക്കുന്നത്. കോടതിയോട് കളിക്കരുത് എന്നുള്ള കാര്യവും ജഡ്ജി പറയുകയുണ്ടായി. ഇത്തരത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കോടതി ഇന്ന് അഭിഭാഷകനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞ ഉടനെയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സമ്മതിച്ചത്. രാവിലെ 9:50 കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കോടതി ഇടപെടൽ തിരിച്ചറിഞ്ഞ അഭിഭാഷകർ രാവിലെ തിടുക്കത്തിൽ രേഖകൾ ഹാജരാക്കുകയായിരുന്നു. അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത്. ജയിലിൽ തുടർന്നത് സഹതടവുകാരെ സഹായിക്കാനാണെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. ജാമ്യം കിട്ടിയിട്ടും ജയിൽ മോചിതരാവാൻ കഴിയാത്ത പല സഹതടവുകാരും തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത്. ഇത് നാടകമല്ലേ എന്ന ചോദ്യത്തിന് എന്തിനെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടി. അതുകൂടി കേൾക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ഇലക്ഷൻ അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. ഇതാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ബോബിയുടെ അഭിഭാഷകർ പറയുന്നത് ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ജയിലിൽ നിന്ന് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്നാണ്. ഇന്ന് രാവിലെയാണ് ജാമ്യ ഉത്തരവ് ജയിലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിനാൽ തന്നെ ഇതാണ് കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് സഹതടവുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ജയിലിൽ തുടർന്നത് എന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വിയർക്കുകയാണ്. 1:45 വീണ്ടും ഹാജരായി ഇതേക്കുറിച്ച് വിശദീകരണം നൽകേണ്ടി വരും. ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, എന്തായാലും കോടതി ഇക്കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞുവല്ലോ. ബോബി എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, എന്താണ് അഭിഭാഷകരുടെ വാദം? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ എന്തിനാണ് രാത്രി അവിടെ തങ്ങിയത്, ജയിലിൽ തങ്ങിയത്? ഈ സഹതടവുകാർക്ക് സഹായം നൽകുവാനാണെങ്കിൽ അത് കോടതിയുടെ മുകളിൽ വേണ്ട എന്നുള്ള കാര്യം വ്യക്തമായ സന്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടല്ലോ. വളരെ വ്യക്തമായാണ് ബോബി ചെമ്മണ്ണൂരിനോട് കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മറ്റ് തടവുകാരുടെ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് ഇവിടെ കോടതിയുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. തനിക്ക് മുകളിൽ ആരുമില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ധരിക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ വളരെ കണിശതയോടുകൂടിയാണ് കോടതി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോടതിയും കാര്യങ്ങളുമുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ ഇവിടെ ജുഡീഷ്യറിയുടെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു. ഇത്തരം കാര്യങ്ങൾ നോക്കാനും അതിനുള്ളൊരു സംവിധാനം ഇവിടെയുണ്ട്. ബോബി അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല, തനിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു ധാരണ വേണ്ട എന്ന്
വളരെ വ്യക്തമായിട്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനോട് കോടതി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ അടക്കം കോടതി വളരെ ശക്തമായൊരു നിലപാട് എടുത്തിരിക്കുന്നു എന്നതാണ്. ഇനി അതിനു മുകളിലേക്ക് ഏത് രീതിയിൽ സ്വരം കടുപ്പിക്കുമെന്നാണ് അറിയേണ്ടത്. എന്തായാലും ഇതൊരു പാഠമാകേണ്ട രീതിയിൽ തന്നെയാണ് കോടതി ഈ വിഷയം കൈകാര്യം ചെയ്ത് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ ഹണി റോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി അടക്കം വന്ന് അതിൽ നടപടികൾ ഉണ്ടാകുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, കോടതിയിൽ പോകുന്നു, ജാമ്യം നേടുന്നു. ഇക്കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ പോലും അതിൽ ഈ വ്യവസ്ഥകൾ വെക്കുമ്പോൾ, ജാമ്യത്തിന് ഉപാധികൾ വെക്കുമ്പോൾ പോലും ഇത്രമേൽ കണിശമായിട്ട് കോടതി വന്നിരുന്നില്ല. പക്ഷേ കോടതിയുടെ ഒരു ഉത്തരവുകൾ ലംഘിക്കുന്നു എന്ന രീതിയിലേക്ക് തോന്നലുണ്ടായപ്പോൾ കോടതി വളരെ കൃത്യമായും കർശനമായും ഇടപെടുന്നു എന്നതാണ്. ഹണി റോസിന്റെ പരാതിയിൽ വന്നപ്പോൾ കോടതി പറഞ്ഞു, ഇത് ചെറിയൊരു പരാതിയല്ല, ഇത് ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ്. പക്ഷേ കേസും വകുപ്പും ഇതൊക്കെ ആയതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു, അതിന് ഉപാധികൾ വെച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ ബോണ്ടും അതോടൊപ്പം തന്നെ ആൾ ജാമ്യവും അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇന്ന് തന്നെ ഒരു സ്വമേധയാ കേസെടുക്കുകയും ഒപ്പം തന്നെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കർശനമായിട്ട് തന്നെ കോടതി അതിനെ കാണുന്നു എന്നതാണ്. ഇനി എന്ത് ഉപാധികൾ ഇതിലേക്ക് വരുന്നു, എത്ര കർശനമാക്കും ജാമ്യ വ്യവസ്ഥകൾ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇതിൽ നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും നിരന്തരമായ രീതിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ അതിൽ അടക്കം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് കോടതി നടത്തിയിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ ഇടപെടുകയായിരുന്നു. ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിച്ചത്? 7 മണി വരെ ജയിൽ അധികാരികൾ ഇക്കാര്യത്തിൽ നോക്കിയിരുന്നിരുന്നു ആ ജാമ്യ ഉത്തരവ് കൊണ്ടുവരുന്നതിനെ എന്ന കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുമുണ്ടായി. 2 തവണയാണ് കോടതി ഇതിനുവേണ്ടി ഇന്ന് കൂടിയത്. രാവിലെ 10:15 കോടതി സിറ്റിംഗ് നടത്തിയിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുൻപ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. 12 മണിക്ക് വീണ്ടും കോടതി സിറ്റിംഗ് നടത്തി. 1:45 ബോബിയുടെ അഭിഭാഷകനോട് ഹാജരായി എന്താണ് കൃത്യമായ വിശദീകരണം എന്ന കാര്യം ചോദിച്ചിരിക്കുകയാണ് കോടതി. അതിനാൽ 1:45 ബോബിയുടെ അഭിഭാഷകൻ ഹാജരാകണം, എന്താണ് കാരണമെന്ന് വിശദീകരിക്കണം. നേരത്തെ ന്യൂസ് 18നോട് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ സംസാരിച്ചിരുന്നു. ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നലെ നമുക്ക് കോടതിയുടെ നടപടിയെല്ലാം കഴിഞ്ഞ് ഉത്തരവ് കൈ കിട്ടി. നമ്മളത് ഇവിടേക്ക് വരുമ്പോഴത്തേനും അവരുടെ ഔദ്യോഗികമായ സമയം കഴിഞ്ഞു. പിന്നെ നമ്മൾ അനർഹമായ രീതിയിൽ ഇറങ്ങണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് തന്നെ 9 മണിക്ക് 9:15 നമ്മളിവിടെ ഓർഡർ എത്തിച്ചു. ഇക്കാര്യമാണ് കോടതിയിൽ പറയാൻ പോകുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത് സഹതടവുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ജയിലിൽ ഇന്നലെ തുടർന്നത് എന്നാണ്. അങ്ങനെ അഭിഭാഷകനെ വെട്ടിലാക്കുകയാണ് ചെയ്തത് ബോബി ചെമ്മണ്ണൂർ. എന്തായാലും 1:45 കോടതി വീണ്ടും ചേരുമ്പോൾ ഇക്കാര്യം അതിനിർണായകമായി മാറുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. വിവാഹബന്ധം ഒഴിയുമെന്ന് പറഞ്ഞ് ഭർത്താവ് വാഹിദ് നിരന്തരം സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ടാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കാൻ കാരണമായതെന്ന് കുടുംബം. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും വാഹിദ് തുടർച്ചയായി പറഞ്ഞതും മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിറം പോരുന്ന ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെ അവഹേളനവും പരിഹാസവും അവഗണനയുമാണ് ഷഹാന മുംതാസിനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത്. ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വാഹിദിന്റെ കുടുംബവും തന്നെ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് ഷഹാനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഓക്ക് ഓൾ അത്ര ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ വെച്ചാൽ ഇവള് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവനൊരു ഇതും ഡൈവോഴ്സ് ആവുമോ എന്നുള്ളൊരു ഇവൻ വേണ്ടെന്ന് പറയുകയാണ് നമ്മൾ മുന്നോട്ട് പോലും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ ഡൈവോഴ്സ് ആവുമോ, ഡൈവോഴ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളോട് പറയാതെ മറച്ചു വെച്ചാണ്. ഈ ലാസ്റ്റത്തെ 2 മാസമാണ് നമ്മൾ അറിയുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഷഹാന മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടതോടെ സെമസ്റ്റർ പരീക്ഷകൾ പോലും എഴുതാതെയായി. കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത്. തുടർന്ന് ഷഹാനയ്ക്ക് കൗൺസിലിംഗും ചികിത്സയും നൽകി. ചില കാര്യങ്ങൾ ഷഹാന കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫോൺ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർട്ട് എഴുതുക അങ്ങനത്തെ ഒക്കെ ഇതില്ല, അതിലൊക്കെ കുറച്ച് സൂചനകളൊക്കെ ഉണ്ട്. വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷഹാനയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം. അതിന് ഏതറ്റം വരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും. വാഹന കുടുംബത്തിനെതിരെയാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷഹാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ന്യൂസ് 18 മലപ്പുറം.
പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നിയമ പോരാട്ടത്തിനായി വീണ്ടും CPM-ന്റെ പണപ്പിരിവ് 2 കോടിയോളം രൂപ സമാഹരിക്കാനാണ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായി നിയമപോരാട്ടം നടത്താനാണ് വീണ്ടും CPM-ന്റെ പണപ്പിരിവ്. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാകും പിരിവ്. ഒരാൾ കുറഞ്ഞത് 500 രൂപ നൽകണം. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റ് ജോലിയുള്ളവരും 1 ദിവസത്തെ ശമ്പളം നൽകണം. പ്രത്യേക ഫണ്ട് എന്ന പേരിലാണ് പിരിവ്. 2 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ 28,970 അംഗങ്ങളാണ് CPM-നുള്ളത്. ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പിരിവ്. ഈ മാസം അവസാനത്തോടെ പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം. ആളുകളെ കൊല്ലുന്നതും നിയമസഹായത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതും CPM കുലത്തൊഴിലായി മാറ്റിയിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് ഒരു കുലത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക, അവർക്ക് നിയമസഹായം കൊടുക്കുക, അവരെ ജയിലിൽ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈമുതൽ. പെരിയ കേസിന് വേണ്ടി 2ാം തവണയാണ് CPM-ന്റെ ഫണ്ട് സമാഹരണം. 2021-ലായിരുന്നു ആദ്യം. പാർട്ടി ഓഫീസ് നവീകരണം എന്ന പേരിലായിരുന്നു അന്നത്തെ പിരിവ്. പെരിയ കല്ലിയോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികളെ CBI കോടതി ജീവപര്യന്തം തടവിനും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ 5 വർഷം തടവിനുമാണ് ശിക്ഷിച്ചത്. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്ന് 5 വർഷം ശിക്ഷ ലഭിച്ച 4 നേതാക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രതികളുടെ വീട് സന്ദർശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി അംഗങ്ങൾക്ക് പണം പിരിക്കാനായി നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും വാഴ്ത്തുപാട്ട്. പിണറായി വിജയനെ കാവലാളും ഫീനിക്സ് പക്ഷിയുമായി വിശേഷിപ്പിക്കുന്ന ഗാനം എഴുതിയത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ പൂവത്തൂർ ചിത്രസേനനാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാടാനാണ് ഗാനം തയ്യാറാക്കിയിട്ടുള്ളത്. പിണറായി വിരുദ്ധ ട്രോളന്മാർക്ക് കാരണഭൂതനെന്ന പദം സംഭാവന ചെയ്തത് ഈ മെഗാ തിരുവാതിരയാണ്. ട്രോളന്മാർ മാത്രമല്ല, പിന്നെ പ്രതിപക്ഷവും പലപ്പോഴും മുഖ്യമന്ത്രിയെ കാരണഭൂതനെന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു മെഗാ തിരുവാതിര. വ്യക്തിപൂജയ്ക്കെതിരെ പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ തിരുവാതിര രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ വാഴ്ത്തുപാട്ടിന്റെ പ്രായോജകർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ്. ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി നൂറ് വനിതകളെ അണിനിരത്തിയുള്ള പ്രത്യേക കലാരൂപമായാകും ഇത് നാളെ അവതരിപ്പിക്കുക. പരിശീലനം തകൃതിയായി പുരോഗമിക്കുന്നു. വിവാദമായ പശ്ചാത്തലത്തിൽ ഇതിന് മുഖ്യമന്ത്രി അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ചർച്ചകൾ അട്ടിമറിച്ചെന്ന ആരോപണം. സംഘടനാ ചർച്ചയ്ക്ക് വിഷയങ്ങൾ തീരുമാനിക്കുന്ന പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ഉപരിഘടകങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുക്കരുതെന്ന പാർട്ടി ഭരണഘടനാ മാനദണ്ഡവും ലംഘിക്കപ്പെട്ടെന്ന വിമർശനമാണ് കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മാത്രം നിറഞ്ഞുനിന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള മറ്റ് നേതാക്കൾ പൊതുസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതിലും പ്രവർത്തകർക്ക് അമർഷമുണ്ട്. ആലപ്പുഴ ജില്ലാ സമ്മേളന ചർച്ചയ്ക്ക് പിണറായി വിജയൻ നൽകിയ മറുപടിയിൽ മാതൃകാപരമായ ചർച്ചയെന്നായിരുന്നു വിശേഷണം. പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇത് എടുത്തു പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ചകൾ പ്രസ്ഥാനം ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത അതെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ട സമ്മേളനമായിരുന്നു.
അതുകൊണ്ട് തന്നെ അഭിമാനപൂർവം പറയാൻ കഴിയുന്നൊരു കാര്യം, ഒരു തരത്തിലുള്ള അനാരോഗ്യ പ്രവണതയും സമ്മേളനത്തിൽ പ്രകടമായില്ല എന്നുള്ളതാണ്. എല്ലാ കാലവും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്ന ജില്ലയാണ് ആലപ്പുഴ. ഇക്കുറി വിമർശനമുണ്ടായില്ലെന്ന് മാത്രമല്ല, സർക്കാരിനും ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനും സ്തുതി പാടാനുള്ള മത്സരമായിരുന്നു പല പ്രതിനിധികളും തമ്മിൽ. ഹരിപ്പാട് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ജില്ലയിലെ വിഭാഗീയതക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സർക്കാരിനും നേതൃത്വത്തിനുമെതിരായ വിമർശനത്തിന് മുഖ്യമന്ത്രി തടയിട്ടു. ജില്ലയെ നിയന്ത്രിക്കുന്ന നേതാവ് സജി ചെറിയാൻ വഴി ഈ നിർദ്ദേശം താഴേക്ക് വിട്ടു. ചർച്ചയിൽ എന്തു പറയണമെന്നതിലും നിർദ്ദേശം വന്നു. ഉപരികമ്മിറ്റിയിലെ നേതാക്കന്മാർ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന സംഘടനാ രീതി അട്ടിമറിച്ച് സാധ്യതയുള്ള വിമർശനങ്ങളും തടഞ്ഞു. വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കാളികളായി. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള പ്രതിനിധികളുടെ സംഘടനാപരമായ അവകാശം തന്ത്രപൂർവ്വം തടഞ്ഞു. എല്ലാത്തിനും മൂകസാക്ഷിയായി മറുപടി പ്രസംഗത്തിന് പോലും അവസരം കിട്ടാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം PB അംഗം MA ബേബിയും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 4 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വേദിയിൽ. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3-ാം ദിനം ഈ നേതാക്കന്മാരെ ആരെയും അഭിവാദ്യത്തിന് ക്ഷണിച്ചില്ല. ആലപ്പുഴയിലെ ഉൾപാർട്ടി പോരും കൊഴിഞ്ഞുപോക്കും വോട്ടു ചോർച്ചയും അടക്കം ഗുരുതര സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ട സമയത്ത് നടന്നത് H സലാമിന്റെ കവിതാലാപനവും ദലീമയുടെ പാട്ടും. ഗ്രൂപ്പ് ചർച്ച മുതൽ പൊതുസമ്മേളനം വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രി മാത്രം ആലപ്പുഴയിൽ നിറഞ്ഞു നിന്നു. പൊതുസമ്മേളനത്തിൽ നിൽക്കാതെ സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കന്മാരെല്ലാം ഉച്ചഭക്ഷണത്തിന് ശേഷം ജില്ല വിട്ടു. പ്രധാന നേതാക്കളിൽ വേദിയിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയും സജി ചെറിയാനും പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത മാത്രം. തോമസ് ഐസക് പോലും പങ്കെടുത്തില്ല. ആലപ്പുഴയുടെ സമ്മേളന ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശുഷ്കമായ പൊതുസമ്മേളന വേദിയായിരുന്നു ഹരിപ്പാട്ടേത്. കൊഴിഞ്ഞുപോക്ക ശക്തമായ പാർട്ടി കേന്ദ്രത്തിൽ നേതാക്കന്മാരുടെ ആധിപത്യം ഉറപ്പിച്ചതിനൊപ്പം അണികളെ ഊർജ്ജസ്വലമാക്കാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ സമ്മേളനം പ്രയോജനപ്പെടുത്തിയില്ല എന്ന കടുത്ത നിരാശയാണ് ജില്ലയിലെ പ്രവർത്തകർക്ക്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ വ്യവസായ മന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് സർക്കാർ 10 കോടി രൂപ അനുവദിച്ചു. വ്യവസായ മന്ത്രി P രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘമാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് വ്യവസായ മന്ത്രിയുടെ യാത്ര. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ചെലവ് ചുരുക്കൽ വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ അവസ്ഥയാണിത്. അഭിമാന പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ സർക്കാർ പാടുപെടുന്നു. എന്നാൽ ചില കാര്യങ്ങൾക്ക് ചെലവാക്കുന്നതിന് ഒരു മടിയുമില്ല, നിയന്ത്രണവുമില്ല. വ്യവസായ മന്ത്രി P രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരടക്കം 9 പേരാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സ്വിസ് യാത്രയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാസം 20 മുതൽ 25 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് യാത്ര. വേൾഡ് എക്കോണമി ഫോറം ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് പോകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. സാമ്പത്തിക ഫോറത്തിൽ 50 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്റ്റാൾ ക്രമീകരിക്കുന്നുണ്ട്. ഇതിനായാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നത് എന്നാണ് സർക്കാർ വിശദീകരണം. 25 ലക്ഷം രൂപയ്ക്ക് മേൽ പിൻവലിക്കാനുള്ള ട്രഷറിയിലെ നിയന്ത്രണത്തിൽ നിന്നും പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും യാത്രാ ചെലവിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. യാത്രാ ചെലവിനുള്ള പണം മുൻകൂറായി കൈപ്പറ്റാനും അനുമതിയുണ്ട്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം, മീഡിയ തുടങ്ങിയ ചെലവുകൾക്കാണ് 10 കോടി. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. നിലമ്പൂരിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയായ സരോജിനിയാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് വിവരങ്ങൾ? മനുഷ്യ, നിലമ്പൂരിൽ മൂത്തേടത്താണ് ഇത്തവണ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടമായത്. ഇവർ ആടിനെ മേയ്ക്കുവാനും വിറക് ശേഖരിക്കുവാനുമായിട്ടാണ് ഈ വനത്തിനുള്ളിലേക്ക് പോയത്. ഇത് ഉൾവനമല്ല, ആളുകൾ താമസിക്കുന്ന മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്.
11 മണിയോടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ സരോജിനിയുടെ മൃതദേഹം ഉച്ചക്കുളം കോളനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശാശ്വത പരിഹാരം ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കാതെ കളക്ടർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികളുള്ളത്. അതോടൊപ്പം തന്നെ ഇവർക്ക് പിന്തുണയുമായിട്ട് UDF-ന്റെ നേതാക്കളും PV അൻവർ അടക്കമുള്ളവർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അനുമതി ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, കരുളായി വനത്തിലായിരുന്നുവല്ലോ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിൽ. മണി അത് വലിയ വിവാദമാവുകയും PV അൻവറിന്റെ അറസ്റ്റിലേക്ക് അത് പോവുകയും ചെയ്തതാണല്ലോ. തീർച്ചയായും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവമായിരുന്നു അത്. ഇന്നിപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായി ഒരാഴ്ച കഴിയുന്ന അടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് നിലമ്പൂരിൽ കാണുന്നത്. നിലവിൽ തന്നെ ആ കോളനി മേഖലയിൽ നിന്ന്, അതായത് ഈ സ്ത്രീ താമസിക്കുന്ന മേഖലയിൽ നിന്ന് അവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ കഴിയുന്ന സാഹചര്യമല്ല. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ജില്ലാ കലക്ടർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇടപെടണം എന്ന ഒരു ആവശ്യമാണ് അവിടെയുള്ളവർക്ക് ഉന്നയിക്കാനുള്ളത്. അവർക്ക് പിന്തുണയുമായിട്ട് DCC അധ്യക്ഷൻ VS ജോയി, അതുപോലെ അരുൺ ഷൗക്കത്ത്, പിന്നീട് മുൻ MLA കൂടിയായ PV അൻവർ തുടങ്ങിയവരൊക്കെ അവിടെ ഉണ്ട്. എന്താണെങ്കിലും തുടർച്ചയായിട്ട് നിലമ്പൂർ മേഖലയിൽ, വനമേഖലയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവനഷ്ടമാവുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഒരു മേഖലയിൽ തീർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധം ഇവിടെ ഇപ്പോൾ നടക്കുന്നതും. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആദിവാസി സ്ത്രീയായ സരോജിനി കൊല്ലപ്പെട്ടു. വയനാട് പുൽപ്പള്ളിയിലെ വിറപ്പിക്കുന്ന കടുവ വീണ്ടും കാണാമറയത്താണ്. RRT സംഘം കടുവയുടെ തൊട്ടടുത്ത് എത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അവസാന നിമിഷം ദൗത്യം പരാജയപ്പെടുകയായിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ 5 ആടുകളെയാണ് ഇതുവരെ കടുവ കൊന്നത്. തെരച്ചിൽ ഊർജിതമായി തുടരുമ്പോഴും വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് പതിവാക്കിയിരിക്കുകയാണ് കടുവ. ഇന്നലെ അർദ്ധരാത്രി തൂപ്ര അങ്കണവാടിക്ക് സമീപം ചന്ദ്രന്റെ ആടിനെ കടുവ കൊന്നു. ഇതോടെ കടുവ കൊന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 5 ആയി. ഈ ന്യൂസിൽ ഇങ്ങനെ അമരക്കുഞ്ഞീത്തെ എഴുതി കാണിക്കുന്നതാണ്. ഞാൻ ന്യൂസ് എന്തായിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 11:45 അപ്പോഴാണ് പെട്ടപ്പെട്ടേന്ന് ഒച്ച ഇട്ടിട്ട് ചാടി എണീപ്പ് ചേട്ടൻ വാതില് ഇത് ജനല് തുറന്നപ്പോഴേനും ഓടുന്ന കണ്ടു. ചേട്ടൻ കണ്ടു. ഞാൻ ഇവിടുന്ന് എണീറ്റ് ഓടി വന്ന വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴും വാതില് തുറക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മെമ്പറെ വിളിച്ച്, അനിയന്മാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞ് പുറത്തിറങ്ങല്ലേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാവരും അപ്പൊ തന്നെ എത്തി. കടുവ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് RRT സംഘം ചന്ദ്രന്റെ വീടിനുള്ളിൽ നിലയുറപ്പിച്ചു. 4 മണിയോടെ കടുവ വീണ്ടും വീടിനടുത്തെത്തിയെങ്കിലും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ രക്ഷപ്പെട്ടു. കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കൂടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. എന്നാലും നമ്മൾ ഇനിയും ഈ ശ്രമങ്ങൾ തുടരുന്നതാണ്. തൂപ്രയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ആടിക്കൊല്ലി വെള്ളക്കെട്ടിൽ പുല്ലരിയാൻ തോട്ടിലിറങ്ങിയ നാട്ടുകാർ കടുവയെ കണ്ടു. ഞങ്ങളിവിടെ പുല്ലേരിയായിരുന്നു. ഈ സൈഡിൽ കൂടെയാണ് കടുവ ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ കൊല്ലിലേക്ക് ഇറങ്ങി സൈഡ് പിന്നെ ഒരു കൊല്ലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും പറമ്പ് തന്നെയാണ്. റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടപ്പോ നേരിട്ട് കണ്ടപ്പോ ഒരു ഭയം തോന്നി. പെട്ടെന്ന് ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സൈസ് ഒരു മീഡിയം സൈസ് ഉള്ളൂ. പിന്നെ സ്ലോവിലാണ് നടന്നു പോയത്. അധികം വലിപ്പമില്ല. അതൊരു ആരോഗ്യമില്ലാത്തൊരു ഇതിലാണ്. വിവരമറിഞ്ഞ് RRT സംഘം കവുങ്ങുതോട്ടം വളഞ്ഞു. മയക്കുവെടിക്കായി വിദഗ്ധർ തയ്യാറായി. സമീപ പ്രദേശങ്ങളിൽ നിന്നും നാട്ടുകാരെയും ഒഴിപ്പിച്ചു. 2 മണിക്കൂർ തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇര പിടിക്കുന്നുവെങ്കിലും ഭക്ഷിക്കാനാവാത്തതിനാൽ അവശ നിലയിലാണ് കടുവയെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇര പിടിക്കാനുള്ള ശേഷി കുറവായതുകൊണ്ട് കാട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതകൾ കുറവാണെന്നും വിലയിരുത്തപ്പെടുന്നു. ദൗത്യം ഊർജിതമായി തുടരുമ്പോഴും കടുവ ആടുകളെ വകവരുത്തുന്നത് ആവർത്തിക്കുകയാണ്. ഉടൻ കടുവയെ പിടികൂടാനായില്ലെങ്കിൽ വമ്പൻ പ്രതിഷേധത്തിനാവും വയനാട് സാക്ഷ്യം വഹിക്കുക. പുൽപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ വെടിയുണ്ട ഏറ്റതുപോലുള്ള മുറിവുമായി കാട്ടാന. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖം മേഖലയിൽ 2 ദിവസമായി കണ്ടിരുന്ന കാട്ടാനയുടെ മസ്തകത്തിലാണ് മുറിവുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ നേരം മണ്ണ് വാരി മസ്തകത്തിലേക്ക് എറിഞ്ഞതോടെയാണ് മുറിവ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുറിവ് ആനയുടെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനും വനനിയമ ഭേദഗതിക്കുമെതിരെ മലപ്പുറത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ചിന് വഴിക്കടവിൽ തുടക്കമായി. നിലമ്പൂർ, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ
പാലുളി മെഹബൂബ്, ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസത്തെ പ്രചാരണ ജാഥ നടക്കുന്നത്. DCC പ്രസിഡന്റ് VS ജോയ് ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകൽ, ചുങ്കത്തറ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് സമാപിക്കും. സമാപന പൊതുയോഗം KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്യും. വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറുകയാണ്. ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. സഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടിക മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭ ശക്തമായിട്ട് രംഗത്തെത്തിയിരുന്നു. അതിനാൽ തന്നെയാണല്ലോ ഇപ്പോൾ വനനിയമ ഭേദഗതി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. മഞ്ജുഷ, വെള്ളിയാഴ്ച ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിലാണ് വനനിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിച്ചത്. എന്നാൽ കടുത്ത പ്രതിഷേധം ഭരണമുന്നണിക്കുള്ളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. കേരള കോൺഗ്രസും ശക്തമായ നിലപാട് കേരള കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചു. പ്രതിപക്ഷവും വലിയ വിമർശനം ഇതിനെതിരെ സർക്കാരിനെതിരെ ഉന്നയിച്ചു. PV അൻവറിന്റെ രാജിക്ക് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും ഈ വന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, വനമേഖലയിലെ പ്രശ്നങ്ങളാണ്. അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് സർക്കാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഒരു പിടിവാശി വെക്കാത്തില്ല എന്ന് നേരത്തെ മുഖ്യമന്ത്രിയും വനമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതാണ്. ആ ബില്ലിന്റെ കാര്യത്തിൽ ഇനിയും സർക്കാർ പുനരാലോചനയ്ക്ക് തയ്യാറാണ്. ചില നിർണായക മാറ്റങ്ങൾ അതിലുണ്ടാകും. അതിനുവേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ഈ സഭാ സമ്മേളനത്തിൽ ആ ബില്ല് കൊണ്ടുവരേണ്ട തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടിക തയ്യാറാക്കി ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു. ആ പട്ടികയിൽ വന ഭേദഗതി നിയമം ബില്ല് ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്, ഒരു രാഷ്ട്രീയ തിരിച്ചടി ഭയന്നു തന്നെയാണ് സർക്കാർ ഇപ്പോൾ ആ പിന്മാറ്റം നടത്തുന്നത്. വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറുകയാണ്. പ്രധാനപ്പെട്ട വാർത്തയാണ്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബിൽ അവതരിപ്പിക്കേണ്ട എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. വലിയ പ്രതിഷേധം ബില്ലിനെതിരെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ കത്തോലിക്ക സഭയും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വനനിയമ ഭേദഗതിയിൽ നിന്ന് പിന്മാറുവാനുള്ള സർക്കാരിന്റെ നീക്കം. മറ്റൊരു വാർത്തയിലേക്ക്. കാസർകോട്ടെ വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നായി 2 ലക്ഷത്തോളം സന്ദേശങ്ങൾ വീണ്ടെടുക്കാനായതോടെയാണ് പുതിയ നീക്കം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസിൽ പ്രതികളുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കണ്ടെടുത്തത് 1.25 ലക്ഷത്തിലേറെ സന്ദേശങ്ങൾ. ഡിലീറ്റ് ചെയ്തവയാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുത്തത്. ഇതോടെയാണ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ നിർണായക വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇതിനായി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടു. പ്രതികളായ ഷമീന എന്ന ജിന്നുമ്മ, TA ഉബൈസ്, അസ്നിഫ ആയിഷ എന്നിവരെ നേരത്തെ 2 തവണ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കാനാണ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. ഈ മാസം 20-നാണ് കേസ് പരിഗണിക്കുക. ഇതേ ദിവസം പ്രതികൾ സമർപ്പിച്ച ജാമ്യ ഹർജിയും പരിഗണിക്കും. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതികൾ തട്ടിയെടുത്ത 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 117 പവൻ മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായത്. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ അംഗവൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. അടുത്ത മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് ബേബിയോസ് ഉർമി എന്ന കുട്ടി, 2 മാസമുള്ള കുട്ടി ഇന്ന് ഏകദേശം 9:30 കഴിഞ്ഞ ശേഷം നമ്മുടെ കുട്ടിയിൽ വരികയും കുട്ടി വന്നപ്പോൾ കുട്ടി വളരെയധികം ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് എത്തിയത്. ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടും ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിൽ കാണുകയും ഉടനെ തന്നെ നമ്മൾ ICUവിൽ മാറ്റുകയും ശരീരത്തിലൊരു അണുബാധയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടതനുസരിച്ച് അതിനുള്ള വിദഗ്ധ ചികിത്സ തുടങ്ങുകയും കുട്ടിക്ക് ശ്വാസം മുട്ടലുള്ളതിനാൽ ഉടനെ തന്നെ പേഷ്യൻ്റ് വെന്റിലേറ്ററാക്കുകയും ചെയ്തിരിക്കുന്നു. ബാക്കി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശോധനകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധന റിസൾട്ട് അനുസരിച്ച് കൂടുതൽ ചികിത്സകളെ പറ്റി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിക്കും. അപ്പോൾ ഇപ്പോൾ കുട്ടി രോഗാവസ്ഥ ഒരു സീരിയസ് സ്റ്റേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോൾ. ശരണ്യ സ്നേഹത്തിനുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
മഞ്ജുഷ കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് ആദിഷിന്റെയും സുറുമിയുടെയും കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ടത് പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ ജോസിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് അടുത്ത 72 മണിക്കൂർ കുട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ശ്വാസകോശത്തിലടക്കം കുട്ടിക്ക് അണുബാധയുണ്ട്. കാരണം കുഞ്ഞിന് മലർന്നു കിടന്നാൽ ശ്വസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വായിലൂടെ നൽകാനോ ഒന്നും കഴിയില്ല. ട്യൂബ് മുഖാന്തരമാണ് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലതവണ ഇവർ കുട്ടിയുമായി 2 മാസത്തിനുള്ളിൽ എത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കുട്ടിയുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ആന്തരിക അവയവങ്ങളിൽ അണുബാധ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു ബ്രീഫിംഗ് നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരം ലഭ്യമാകുമെന്ന് തന്നെ കരുതാം. നിലവിൽ കുട്ടിയുടെ സാഹചര്യം 72 മണിക്കൂർ നിർണായകമാണ് എന്നുള്ളതാണ് ഡോക്ടർ ജോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മഞ്ജുഷ്. ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂർ എന്തുകൊണ്ടാണ് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകിയത്? ഇക്കാര്യത്തിൽ വിശദീകരണം ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോടാണ്. 1:45 ഹാജരായി വിശദീകരണം നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം ഹൈക്കോടതി സിറ്റിംഗ് തുടങ്ങും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല, ബോച്ച ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ കാര്യത്തിന്? എന്ത് നാടകം? പ്ലീസ് പ്ലീസ്, നിങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ നാടകം. കുറച്ച് പേർക്ക് വൈഫില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകി എന്നുള്ളൂ. ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജാമ്യ ഉത്തരവ് വൈകി എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം തന്നെ പറയുന്നുണ്ട് അവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ഈ ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അങ്ങനെ വിഷമിക്കുന്ന കുറെ പേർ അദ്ദേഹത്തോട് പരാതി പറയാൻ എത്തി. അപ്പോൾ അവരുടെ പരാതിയൊക്കെ കേട്ട് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി നിന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം. അതായത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നുള്ളത് കാര്യം. ഡാനി, ഇത് ഇപ്പം റഷ്യൻ പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയതിന് കേരളത്തിൽ കേസെടുത്തു. കൊടകര പോലീസാണ് കേസെടുത്തത്. കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതനായ തൃശൂർ കൊരട്ടി സ്വദേശി സന്തോഷ് മുഖത്തിന്റെ പരാതിയിലാണ് കേസെടുത്തത്. യുവാക്കളെ തൊഴിൽ തട്ടിപ്പിന് ഇരയാക്കിയ തൃശൂർ സ്വദേശി സുമേഷ് ആന്റണി, കൊച്ചി സ്വദേശി സന്ദീപ് തോമസ് എന്നിവർക്കെതിരെയായിരുന്നു പരാതി. സുമേഷ് ആന്റണിയെ പ്രതിയാക്കി കൊരട്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുകയാണ്. കേസ് പരിഗണിക്കുന്നത് റിയാദ് കോടതി വീണ്ടും മാറ്റിവെച്ചു. 6ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത്. 2006 നവംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. 34 കോടി രൂപ ദിയാധനം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ കോടതി വധശിക്ഷ ഒഴിവാക്കിയതാണ്. ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്
കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. ED നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ ശുപാർശയ്ക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് കെജ്രിവാളിന് അനുകൂല ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് വിചാരണ നടപടികൾ നിർത്തിവച്ചിരുന്നു. മുൻകൂട്ടി അനുമതി വാങ്ങാതെയാണ് വിചാരണയ്ക്കുള്ള ED നീക്കമെന്നും ഇത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ അനുകൂല വിധി സമ്പാദിച്ചത്. ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതോടെ വിചാരണയ്ക്കുള്ള തടസ്സം നീങ്ങും. മദ്യക്കമ്പനികളിൽ നിന്ന് 100 കോടി രൂപ കോഴ വാങ്ങിയെന്നും ഇത് ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നുമാണ് EDയുടെ വാദം. കേസിൽ ആദ്യം EDയും പിന്നീട് CBIയും അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ കഴിഞ്ഞ സെപ്റ്റംബർ 14 മുതൽ ജാമ്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിചാരണയ്ക്ക് അനുമതി നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. 10 വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ മദ്യനയ അഴിമതി കേസും നേതാക്കളുടെ അറസ്റ്റും അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. അരവിന്ദ് കെജ്രിവാൾ നാമനിർദ്ദേശ പത്രിക നൽകി. കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന് പദയാത്രയായാണ് കെജ്രിവാൾ പത്രിക നൽകാനെത്തിയത്. 4ാം തവണയാണ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് കെജ്രിവാൾ പറഞ്ഞു. കെജ്രിവാളിനെ എതിരിടുന്ന പർവേഷ് വെർമയും പത്രിക നൽകിയിട്ടുണ്ട്. കരസേനാ ദിനത്തിൽ ചരിത്രം കുറിച്ച് രാജ്യം. 2 യുദ്ധക്കപ്പലുകളും 1 അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്തു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപ്പലുകൾ രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളുടെ സുരക്ഷ അതിശക്തമാക്കുന്നതിന് 3 യോദ്ധാക്കളാണ് ഇന്ന് സേനയുടെ ഭാഗമായത്. ഇന്ത്യ പ്രാദേശികമായി തയ്യാറാക്കിയ 2 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ 1 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും നീരണിഞ്ഞു. നീൽഗിരി, സൂറത്ത് എന്നിവയാണ് യുദ്ധക്കപ്പലുകൾ. വാഗ്ഷീർ ആണ് കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച യുദ്ധക്കപ്പലുകളാണ് നീൽഗിരിയും സൂറത്തും. പ്രൊജക്ട് 17 A ക്ലാസ് യുദ്ധക്കപ്പൽ വിഭാഗത്തിലുള്ളതാണ് നീൽഗിരി. പ്രൊജക്ട് 75ന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അവസാനത്തെ അന്തർവാഹിനിയായ വാഗ്ഷീർ സ്കോർപിയൻ വിഭാഗത്തിലുള്ളതാണ്. 23,562 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പ്രതിരോധ മേഖലയിലെ നിർണായക ചുവടുവെപ്പെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ സൈനിക കരുത്ത് വീണ്ടും ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. വിവിധ സേനാ മേധാവികളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. മഹാകുംഭമേളയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് ഇപ്പോഴും. ഇന്നലെ 2.5 കോടി ഭക്തർ അമൃത സ്നാനം നടത്തി. കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് പ്രയാഗ്രാജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദിഗംബരന്മാരായ നാഗസന്യാസികൾ കുംഭമേളയുടെ പ്രധാന പങ്കാളികളിൽ ചിലരാണ്. വേഷഭൂഷാദികൾ കൊണ്ടും വസ്ത്രധാരണമില്ലാതെ പ്രത്യക്ഷപ്പെട്ടും ആചാരങ്ങളിലെ സവിശേഷതകൾ കൊണ്ടും വ്യത്യസ്തരാണ് ഇവർ. ഇവരിൽ ചിലരോട് സംസാരിച്ചു ന്യൂസ് 18 സംഘം. അഖാഡകളിൽ വ്യത്യസ്തങ്ങളായ വേഷഭൂഷാദികളുള്ള നിരവധി സാധുക്കൾ, സന്യാസികളുടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണാം. അവരൊക്കെ നമ്മുടെ ഈ ലൗകിക ലോകവുമായി അധികം ബന്ധമുള്ളവരല്ല. ഈ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ മാത്രമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരിൽ ചിലരോടും സംസാരിക്കാം. സ്വാമിജി, ആപ് കിധർ സെ? हम लोग उत्तराखंड से। सर, कैसा आश्रम है? खड़ा है, खड़ा उधर रहता है। ये कुंभ मेला के लिए आया है जी। क्या क्या हो रहा है कुंभ मेला में? क्या है, ये बहुत समय के बाद में संयोग बना है। कुंभ मेला एक महापर्व है और 12 वर्ष के बाद में ये पड़ा है. ഭസ്മം വസ്ത്രമാക്കിയ ഛത്തീസ്ഗഡ് സ്വദേശി ദിഗംബർ ദേവോത്തമനെ പോലെയുള്ളവർ, കാട്ടിൽ മാത്രം താമസിക്കുന്ന, കുംഭമേളയ്ക്ക് മാത്രം പുറംലോകം കാണുന്ന, കാട്ടുകരികളും ഇലകളും മാത്രം ഭക്ഷിക്കുന്ന
दिगंबर भवानी गिरिയും. किधर से आए? हम अमरकंटक से आए. अमरकंटक इधर आश्रम है? हाँ जी, कुटिया है जंगल में. जंगल में? जी. किस जंगल में? अमरकंटक, नर्मदा उद्गम स्थल. और कितने आदमी रहता है आपके साथ? अकेले रहते हैं हम, कोई नहीं रहता हमारे साथ. रहना कैसा गुफा में? रहना किधर है? हाँ, झोपड़ी में. झोपड़ी में? जी हाँ. सिर्फ महामेला के लिए बाहर आता है? हाँ जी, मेला के लिए बाहर आता है. उधर खाना पीना सब कुछ? झाड़ पेड़ पत्ता मिलता है. हाँ, वही खाता है. वस्त्र भी नहीं पहनते? वस्त्र नहीं पहनते. हाँ जी. आपका वस्त्र है भस्म? भस्म वस्त्र है ना, ये भगवान का वस्त्र हमको दिया है भगवान ने. ദിഗംബർ ഭഗവാൻഗിരി എന്ന ഇദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു വനത്തിനുള്ളിൽ ഗുഹയിൽ കഴിയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുഗ്രഹം തേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട് ഈ കുംഭമേള എന്ന മഹാമേളയിൽ എത്താനുമൊക്കെയായി. ഇത്തരം സാധുക്കളായ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ഓംകാരേശ്വറിൽ ആശ്രമമുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയ്പൂരി ബാബയും. किधर से आया है? ओमकारेश्वर. उधर किधर रहता है आप? अरे ओमकारेश्वर आश्रम है हमारा. आश्रम है. अच्छा, ये कुंभ मेला के लिए आया है? हाँ. कितना दिन होगा? 20 दिन हो. खाना पीना सब कुछ इधर ही है? हाँ, होता है, सब यहीं पे होता है. हाँ, खुद ही बनाते हैं. साथ कोई नहीं है अपने. अकेला आए हैं, अकेला जाएंगे, अकेला रहेंगे, सब काम अकेला. ഇങ്ങനെ കുംഭമേളയിൽ ലോകമെങ്ങും കാണാത്ത വ്യത്യസ്ത കാഴ്ചകളുടെ സംഗമ ഭൂമിയാണ്. ജൈന വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരായ ഈ സന്യാസികൾ പലരും കുംഭമേളയ്ക്ക് മാത്രമാണ് പുറം ലോകം കാണുന്നത്. അതിനുശേഷം പുറം ലോകത്തോട് സമ്പർക്കമില്ലാതെ അവരുടെ ജീവിത രീതികളുമായി മടങ്ങും. കാട്ടിനുള്ളിലെ ഗുഹകളിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ആശ്രമങ്ങളിലേക്ക്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്. മഹാകുംഭമേളയിൽ 40 കോടി തീർത്ഥാടകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ വരുമാനമാണ് ഇതുകാരണം ഉത്തർപ്രദേശ് സർക്കാരിന് കിട്ടുന്നതും. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും കുംഭമേള നഗരിയിൽ സർക്കാർ നേരിട്ട് ഒരുക്കിയിട്ടുണ്ട്. റേഷൻ കടകളും റേഷൻ കാർഡുകളുമടക്കം തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുംഭമേളയുടെ കാലയളവിൽ പൂർണ്ണമായും തങ്ങുന്നവർക്കും അഖാഡകൾക്കുമായി 138 റേഷൻ കാർഡുകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. 20,000 റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ഒപ്പം അഖാഡകൾക്കായി 800 പെർമിറ്റുകളും 5 രൂപയ്ക്ക് അരിയും 18 രൂപയ്ക്ക് പഞ്ചസാരയും നൽകുന്നു. കൂടാതെ ഭക്തരുടെ ഭക്ഷണത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ, റേഷൻ നൽകുന്നതിന് പുറമെ പാകം ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും. 25 മേഖലകളായി തിരിച്ച് ഏജൻസികൾക്കാണ് ഇതിന്റെ ചുമതല. ഗ്യാസ് കണക്ഷനുകളും ഗ്യാസ് സിലിണ്ടറുകളും നൽകി. ഭക്ഷ്യധാന്യങ്ങൾക്കായി ഗോഡൌണുകൾ. 45 ദിവസത്തെ മേളയിൽ 35 കോടി ആളുകൾ വന്നു പോകുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ പ്രതീക്ഷിക്കുന്ന വരുമാനം 2 ലക്ഷം കോടി രൂപ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കണക്ക് പ്രകാരം 2013 12,000 കോടിയും 2019 1 ലക്ഷം കോടിയുമായിരുന്നു കുംഭമേളയിൽ നിന്നുള്ള റവന്യൂ വരുമാനം. പ്രയാഗ്രാജ് കൂടാതെ വാരണാസി, അയോധ്യ, മഥുര എന്നീ സ്ഥലങ്ങളിലും വിശ്വാസികളുടെ എണ്ണം കൂടുകയും അത് വലിയ വരുമാന വർധനവിന് ആ നഗരങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേക ജില്ല രൂപീകരിച്ചാണ് പ്രവർത്തനം. പ്രത്യേക ഡിപ്പാർട്ട്മെന്റും പ്രത്യേക ഉദ്യോഗസ്ഥരും ചുമതല വഹിക്കുന്നു. 7,000 കോടി ചിലവിട്ടാണ് സർക്കാരിന്റെ പ്രവർത്തനം. 2025 ഡിജിറ്റൽ കുംഭമാണ്. കാലത്തിനൊപ്പം മാറിയ മേളയിൽ ക്യാമറകൾ, ഗൂഗിൾ അസിസ്റ്റ് നാവിഗേഷൻ എന്നിവയുമുണ്ട്. കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധി കേന്ദ്രവും. അങ്ങനെ UP ആഘോഷിക്കുകയാണ് മഹാകുംഭമേള. പ്രശാന്തിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18. ഇനി ശബരിമല വാർത്തകൾ. സംക്രമസന്ധ്യ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ആൻഡ് BLM. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരവിളക്കിന് പിന്നാലെ ശബരിമലയിൽ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം തുടർന്നു. വിളക്ക് കഴിഞ്ഞ് കൂട്ടമായി ഭക്തർ ഇറങ്ങിയതോടെ പുലർച്ചെ വരെ പമ്പയിലും നിലയ്ക്കലും വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്. രാവിലെ 9 മണിവരെ മാത്രം 25,000-ഓളം ഭക്തരാണ് മല ചവിട്ടിയത്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ് ശബരിമലയിൽ തുടരുന്നത്. നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ പുലർച്ചെ മുതൽ ഭക്തർ മല കയറി തുടങ്ങി. നെയ്യഭിഷേകം ഒഴികെയുള്ള സമയങ്ങളിൽ ഈ മാസം 17 വരെ തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ തൊഴാം.
ഇത് ആരുടെയെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മിടുക്കുകൊണ്ടല്ല, ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ നെറ്റ് റിസൾട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി, വിവിധ വകുപ്പ് മന്ത്രിമാർ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മുതൽ എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. വിശുദ്ധ സേന നമുക്കറിയാം, ഒരു ശുചിയായി സൂക്ഷിക്കുന്നതിൽ അവരുടെ വരെ ഒരു പങ്ക് വളരെ വലുതാണ്. ക്രൗഡ് മാനേജ്മെന്റ്, പോലീസ് സ്വാമിമാർ എന്ന് തന്നെ പറയണം. അവര് സ്വാമിമാരോട് പെരുമാറിയ രീതിയൊക്കെ ശബരിമലയിലെ ചരിത്രമാണ്. മകരവിളക്കിന് പിന്നാലെ പമ്പയിൽ ഇന്നലെ വൻ തിരക്കാണ് രൂപപ്പെട്ടത്. പുലർച്ചെ വരെ പമ്പ നിലയ്ക്കൽ പാതയിൽ വൻ ഗതാഗതക്കുരുക്ക് തുടർന്നു. ഇന്ന് രാവിലെ 11 മണിയോടെ വീണ്ടും സ്പോട്ട് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങി. 9:30 ആയപ്പോഴത്തേക്ക് ഏകദേശം 50% ആൾക്കാർ ക്ലിയറായി. രാത്രി 11:30, 12 ഒരു 1 മണി വരെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം സമാധാനമായി. ആ രീതിയിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോയി. എല്ലാവർക്കും നന്ദി പറയുന്നു. മാളികപ്പുറത്തു നിന്നുള്ള വിളക്കെഴുന്നള്ളത്തും നായാട്ടുവിളിയും ഇന്നലെ മുതൽ തുടങ്ങി. ഇന്ന് വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ പടിപൂജയുള്ളതിനാൽ ഭക്തർക്ക് ആ സമയം 18ാം പടി കയറാനാകില്ല. ഹരികൃഷ്ണനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. സംക്രമസന്ധ്യ നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ആൻഡ് BLM. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. തിരുവനന്തപുരം വർക്കല ചെമ്മരുതിയിൽ കിണർവെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ 30ഓളം വീടുകളിലെ കിണർവെള്ളത്തിലാണ് രാസവസ്തു സാന്നിധ്യം. അസഹ്യമായ ദുർഗന്ധവും രുചിവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധനയ്ക്കയച്ചു. നവംബർ 6-നാണ് പബ്ലിക് ഹെൽത്ത് ലാബിൽ വെള്ളം പരിശോധിച്ചത്. വെള്ളത്തിൽ ആസിഡിന്റെ അംശം കൂടുതലാണെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തിൽ മാസ് പെറ്റീഷൻ നൽകി. നടപടി വൈകുകയാണ്. പഞ്ചായത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നൊരു ലെറ്റർ അയച്ചിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക്. ഈ വെള്ളം ഉപയോഗശൂന്യമാണ്, ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുത്, ഇതിന് എത്രയും പെട്ടെന്ന് ആൾട്ടർനേറ്റ് വാട്ടർ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നു. കോപ്പി ഞാൻ കാണിക്കാം. അപ്പോൾ ആൾട്ടർനേറ്റ് വാട്ടർ അറേഞ്ച്മെൻറ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചകളാവുന്നു. ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനവും പഞ്ചായത്ത് ഒരുക്കിയിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം. ഇതോടെ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. സമീപത്തെ സ്വകാര്യ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നാണ് രാസവസ്തുക്കൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് ഉറപ്പും പാഴ്വാക്കായി. ന്യൂസ് 18 വർക്കല. വാഹനത്തിനുള്ളിൽ വിഷവാതകം ശ്വസിച്ചുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ച് പലവട്ടം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു പുതിയ സംവിധാനമുണ്ട്. അതൊന്ന് കാണാം. വ്യത്യസ്തമായ ആശയമാണ് വിഷ്ണുറാമിനെയും മുഹമ്മദ് ആസിഫിനെയും കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. സേഫ്റ്റി വെഹിക്കിൾ എന്ന പേരിലാണ് പുതിയ യന്ത്രം വികസിപ്പിച്ചിട്ടുള്ളത്. ഈ സംവിധാനത്തിലൂടെ കാറിനുള്ളിലെ വാതകച്ചോർച്ചയും തീപിടുത്തവും നിയന്ത്രിക്കാനാകുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തിയാണ് പ്രവർത്തനം. വാഹനത്തിന് എന്ത് സംഭവിച്ചാലും ആരുടെ മൊബൈലുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് ആ മൊബൈലിലേക്ക് സന്ദേശമെത്തും. ഡ്രൈവർ സീറ്റിൽ നിന്ന് അബദ്ധത്തിൽ പുറത്തേക്ക് വീണുപോയാലും വാഹനം മുന്നോട്ടു പോകില്ല. കാറിനുള്ളിൽ 3 സർക്യൂട്ടുകളിലായി പ്രവർത്തിക്കുന്ന സെൻസറിലൂടെ അപകടം ഒഴിവാക്കാം. അടുത്ത് കുറച്ച് ന്യൂസുകളിൽ കേട്ട് AC-യുടെ ഗ്യാസ് ലീക്കായിട്ട് ആൾക്കാർ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് എമർജൻസി വിൻഡോ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് നമ്മളിപ്പോൾ ഇതിൽ ലൈറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാറിൻ്റെ ഉള്ളിൽ അടച്ചിടുന്ന ടൈമിൽ കാറിൻ്റെ ഉള്ളിൽ വല്ല ഹാംഫുൾ ഗ്യാസസ് ലീക്കായിട്ടുണ്ടെങ്കിൽ തന്നെത്താനെ വിൻഡോ താഴെ നമ്മൾ ലൈറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ലൈറ്റർ വെച്ചിട്ട് ഗ്യാസ് ഫ്യൂം ചെയ്യുന്ന ടൈമിൽ തന്നെത്താനെ വിൻഡോ താഴ്ത്തും. ടെക്നിക്കൽ സ്കൂൾ ഫെസ്റ്റിവലിലെ വർക്കിംഗ് മോഡലിൽ ഇവർ 1ാം സ്ഥാനം നേടി. കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് പി വിഷ്ണുറാമും മുഹമ്മദ് ആതിഫും. ന്യൂസ് 18 തിരൂർ. ബോബി ചെമ്മണ്ണൂർ എന്തുകൊണ്ടാണ് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത്? ഇക്കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം ബോബിയുടെ അഭിഭാഷകൻ കോടതിയിൽ വിശദീകരിക്കും. ഹൈക്കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതി രൂക്ഷമായ വിമർശനമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തിയത്. അല്പസമയം മുമ്പ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്നത് എന്നാണ്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇതായിരുന്നില്ല. അദ്ദേഹം അപ്പോൾ പറഞ്ഞത് സഹതടവുകാരെ
സഹായിക്കുന്നതിന് വേണ്ടിയാണ് ജയിലിൽ തുടർന്നത്. ചില സഹതടവുകാർക്ക് ജാമ്യം കിട്ടിയിട്ടും ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കുള്ള ഐക്യദാർഢ്യമായിരുന്നു എന്നാണ്. പക്ഷേ കോടതി അതിനുശേഷം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും എന്താണ് കൃത്യമായ കാരണം എന്ന് അഭിഭാഷകൻ നേരിട്ട് ഹാജരായി വിശദീകരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ തിരുത്തുമായി ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുന്നത്. ജാമ്യാപേക്ഷ കിട്ടാൻ വൈകിയതുകൊണ്ടാണ് കോടതിയോട് കളിക്കാൻ താനില്ല എന്നും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം കോടതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്.